LCHF ഡയറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ LCHF പോലെ തീവ്രമായ ഡയറ്റ് ഇല്ലാതെ പക്ഷേ LCHF പോലെ തന്നെ റിസൾട്ട് തരുന്ന വേറെ ഒരു ഡയറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഓർക്കുക, ഈ വീഡിയോ LCHF അഥവാ കീറ്റോ ഡയറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളത് ഒരു പുതിയ ഭക്ഷണക്രമമാണ്. ഇത് വളരെ സിമ്പിളായ ഒരു ഡയറ്റ് ക്രമമാണ്. ഇത് എടുക്കുവാൻ വളരെ എളുപ്പവുമാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാ വയസ്സുള്ളവർക്കും എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക, ഈ ഭക്ഷണക്രമം എന്താണെന്ന് അറിയുക, ഈ വിവരണം എല്ലാവരിലും എത്തിക്കുക. എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ. Hi guys, this is Ashim Talaga Muhammad and you are watching my YouTube channel Best Tips by Ashim. LCHF അഥവാ കീറ്റോജനിക് ഡയറ്റ് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്ന പല ആളുകളെയും എനിക്ക് വ്യക്തിപരമായി അറിയാം. ശരീരഭാരം കുറയ്ക്കുവാനും ശരീരത്തിന്റെ ഷുഗർ ലെവൽ കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാർ അവസാനത്തെ പരിശ്രമം എന്ന നിലയിലാണ് ഈ LCHF അഥവാ കീറ്റോ ഡയറ്റ് എടുക്കാൻ തുനിയാറ്. എന്നാൽ ഈ ഡയറ്റ് എടുക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പെട്ടെന്നുള്ള ഭക്ഷണക്രമങ്ങളുടെ മാറ്റങ്ങളും പുതിയ ജീവിതശൈലികളും അതുപോലെ ഈ ഡയറ്റ് കുറച്ചും കൂടി തീവ്രത ഏറിയത് കൊണ്ടും മിക്ക ആൾക്കാരും ഇതിനെ തുടർന്നു കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നുമില്ല. ചില ആളുകൾ പകുതിയിൽ തന്നെ ഈ ഡയറ്റിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈ ഡയറ്റിലെ ഭക്ഷണക്രമങ്ങൾക്ക് ചെലവ് ഏറിയതുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് ഇതിലേക്ക് വരുവാനും പറ്റുന്നില്ല. ചില ആൾക്കാർക്ക് LCHF എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എങ്ങനെയെങ്കിലും ശരീരഭാരം കുറക്കുക, അല്ലെങ്കിൽ ശരീരത്തിലെ ഷുഗർ അളവ് കുറക്കുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറക്കുക എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു തുടങ്ങുന്ന ഒരു ഡയറ്റാണ് LCHF. ആദ്യം 1-2 ദിവസം വലിയ ആവശ്യമുണ്ടാകുമെങ്കിലും പിന്നീട് തളർന്നു ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് മിക്ക ആൾക്കാരെയും കാണാറ്. LCHF ഡയറ്റ് എന്ന് പറയുന്നത് വളരെ തീവ്രത ഏറിയതും പൊതുവെ ഭക്ഷണം വളരെയധികം ഒഴിവാക്കിയത് കൊണ്ടും ഇത് എടുക്കുന്ന മിക്ക ആൾക്കാർക്കും വളരെയധികം ക്ഷീണിതരുമാകുന്നു. അതുകൊണ്ട് മിക്ക ആൾക്കാരും LCHF ഡയറ്റ് തുടങ്ങി 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അത് വിടുന്ന ഒരു പ്രവണതയായിട്ടാണ് കണ്ടുവരുന്നുള്ളത്. കൂടാതെ LCHF ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ഭക്ഷണക്രമങ്ങളുടെ ചിലവ് കൂടി അധികരിക്കുന്നത് കൊണ്ട് അത് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ താങ്ങാൻ പറ്റാതാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇത് പകുതിയിൽ വിടേണ്ടി വരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമമാണ്. ഇത് സാധാരണക്കാർക്ക് അധികമായ ചെലവ് വരുത്തുന്നില്ല. ഇത് നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്നത് മാത്രമാണ്. ചില ഭക്ഷണങ്ങൾ കഴിക്കുകയും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന അളവ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണക്രമമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നുള്ളത്. ഈ ഭക്ഷണ രീതി പാലിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലെ അധികമായ ഫാറ്റി ലിവർ, ഷുഗർ അളവ്, രക്തക്കുഴലിലെ ഇൻഫ്ലമേഷൻ, കൊളസ്ട്രോൾ മുതലായവ കുറയ്ക്കുവാൻ പറ്റുന്നു. അതുപോലെ LCHF ഉള്ള പോലെ വളരെ തീവ്രത ഏറിയ ഭക്ഷണക്രമങ്ങളും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഭക്ഷണക്രമം എന്താണെന്ന് നോക്കാം. ഈ ഭക്ഷണക്രമത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് 1, പഞ്ചസാര ഒഴിവാക്കുക. പഞ്ചസാര അംശം അടങ്ങിയ എല്ലാതരം ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഓർക്കുക, ഇവിടെ ഒരാൾക്ക് പഞ്ചസാര ആദ്യം ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾ ക്രമേണ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് തീരെ ഒഴിവാക്കിയാൽ മതി. ഒരു 2 ആഴ്ച കൊണ്ട് ക്രമേണ പഞ്ചസാര ഒഴിവാക്കുന്നതിലേക്ക് എത്തുക. രണ്ടാമത് പറയുകയാണെങ്കിൽ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക. 3, മദ്യം, പുകയില ഒഴിവാക്കുക. പുകയില പുകക്കുന്നതും ചവക്കുന്നതും രണ്ടും ഒഴിവാക്കുക. 4, ജങ്ക് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഒരാൾ ജങ്ക് ഭക്ഷണങ്ങൾ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കഴിക്കുന്നത് ക്രമേണ കുറച്ച് കൊണ്ടുവന്ന് 2 ആഴ്ചയിൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതിലേക്ക് എത്തിപ്പെടുക. 5, അന്നജ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നേരെ പകുതിയാക്കുക. അന്നജ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം കഴിക്കുന്ന അരി, ഗോതമ്പ്, റവ, ചോളം, റാഗി, ഓട്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഇത് എപ്പോഴും കഴിക്കുന്നതിന്റെ നേർ പകുതി ആക്കി കഴിക്കുക. 6, മുക്കിപ്പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. അതായത് എണ്ണയിലിട്ട് മുക്കിപ്പൊരിച്ച സാധനങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ മീൻ പൊരിച്ചത്, ഓംലെറ്റ് പോലെയുള്ള മുക്കിപ്പൊരിക്കാത്തവ കഴിക്കാവുന്നതാണ്. മുക്കിപ്പൊരിക്കാത്തവയെ ഷാലോ ഫ്രൈ എന്നാണ് പറയുന്നത്. ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. 6, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുക. 7ാമത് പറയുകയാണെങ്കിൽ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഐറ്റംസ്, കുപ്പികളിൽ വരുന്ന ശീതള പാനീയങ്ങളും ഒഴിവാക്കുക. 8ാമത് പറയുകയാണെങ്കിൽ സ്ട്രോബെറി, അവക്കാഡോ ഒഴിച്ച് ബാക്കി എല്ലാ ഫലങ്ങളും, അതായത് ഫ്രൂട്ട്സുകളും ഒഴിവാക്കേണ്ടതാണ്. എല്ലാ ഫലങ്ങളിലും സുക്രോസ് ഉള്ളത് കൊണ്ടാണ് ഒഴിവാക്കാൻ പറയുന്നത്. അതുകൊണ്ട് സ്ട്രോബെറി, അവക്കാഡോ കഴിക്കാം, പക്ഷേ ഇത് രണ്ടും ജ്യൂസാക്കി കുടിക്കരുത്. 9ാമതായി പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കഴിക്കുക. 10ാമതായി പറയുകയാണെങ്കിൽ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഓക്കെ ഗൈസ്, ഇത്രയും ശീലിച്ചാൽ മതി. നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ശരീരത്തിലെ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ഷുഗർ അളവ് തുടങ്ങിയ ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. കൂടെ ശരീരഭാരവും ചെക്ക് ചെയ്യുക. ശേഷം ഒരു 3 മാസം ഈ ഡയറ്റ് എടുത്തു കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് സൂപ്പർ ആയിരിക്കും. എന്നെ റിസൾട്ട് അറിയിക്കുവാനും മറന്നേക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയറ്റിനെ കുറിച്ചും LCHF ഡയറ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ അതുപോലെ ഷുഗർ ലെവൽ കുറയ്ക്കുവാൻ പറ്റുമെന്നും ഇതിന് കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണങ്ങളും ഈ വീഡിയോയിൽ കൂടി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഷെയർ ബട്ടൺ പ്രസ് ചെയ്ത് ഈ വിവരണം എല്ലാവരും എത്തിക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തുടർന്നും കാണണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ വിവരണം എല്ലാവരും എത്തിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ വരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Until I come with a new video, this is Ashim Talaga Muhammad signing off. You and me
转的微